ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ രാവിലത്തെ ഒരു തിരക്കില്ലേ, പുളർ പോലെ ചായ ഉണ്ടാക്കൽ, അപ്പം ചുടൽ, കറി വെക്കൽ, ടിഫിനിലിടൽ, പിന്നെ എല്ലാവരും ഒന്ന് സെറ്റാക്കി എടുക്കൽ, പുളമാറിയും ചെറിയനിയും അപ്പഴിനും എല്ലാത്തിനും ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് രാവിലെ. അങ്ങനെ അതെല്ലാം ഒന്ന് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ക്ലീനിങ്ങും പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിട്ടതിന് ശേഷം എന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറില്ലേ, ഞാൻ ബേബേ ഓറെ പോകാനുള്ള ഒരുക്കങ്ങൾ റെഡിയാക്കുന്നുണ്ട്. കുറേ ദിവസം ലീവായതും സ്കൂളില്ലാത്തതിൻ്റെ എല്ലാ എതിർപ്പുള്ളിലെല്ലാം കാണുന്നുണ്ട്. ആ കാലത്ത് കുലുതായിട്ടുണ്ട് പേരുടെ ഉള്ളെല്ലാം. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയോണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൈയോടിങ്ങനെ ആക്കുന്നു. അങ്ങനെ ആക്കി അങ്ങ് എന്താവില്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ക്ലീൻ ആക്കിയിട്ട് തന്നെ ഉണ്ട് നേരാണെങ്കിൽ അല്ലേ. ഇങ്ങനെ നോർമലായിട്ട് ഇന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ എടുക്കാൻ. പക്ഷേ ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ കാണിച്ചൊന്നും ഇന്നത്തെ വീഡിയോ തീരല്ലേ, ഏകദേശം അരമണിക്കൂറിനല്ലേ വീഡിയോ, 2 മണിക്കൂറല്ലേ പോകല്ലേ. പിന്നെ എല്ലാത്തിനും വീഡിയോ ഫാസ്റ്റാക്കി ഫാസ്റ്റാക്കിയിട്ടാകുമ്പോൾ പെയ്യും 10 മിനിറ്റിൽ സംഭവം കഴിഞ്ഞു. പക്ഷേ ഇത് ഞാനിവിടെ ക്ലീൻ ആക്കിയിട്ട് ചോറും കറി ആക്കിയിട്ട് അപ്പങ്ങളാക്കിയിട്ട് എല്ലാം നമ്മളേക്ക് ടൈം ഏകദേശം 2 മണിയാണ് 3 മണി എന്തായെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ എല്ലാം ഒതുക്കിന് എല്ലാം സെറ്റായിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുണ്ട് ഞാൻ. അപ്പോൾ ഒരാൾ ഇന്ന് ഓർഡർ അങ്ങനെ വലിങ്ങനെ എന്തില്ല, അങ്ങനെ അല്ലേ നേരെ ക്ലീൻ ആക്കിയിട്ട് തന്നെ പോകാത്തില്ലേ. ഈ ഹോളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അധികം കൊട്ടിലൊന്നും അങ്ങനെ കച്ചറാവല, പിന്നെ ഒരു ബെഡ്റൂമും കച്ചറാവല. ഈ ഹോളും കിച്ചണും തന്നെ അധികം കച്ചറാവൽ. ഒരു നമുക്ക് എടുക്കുന്ന ഒരു ബെഡ്റൂമും അത് 3 സ്ഥലം. അങ്ങനെ എല്ലായിടത്തും ഒന്ന് നീറ്റായതിനു ശേഷം ഇനിയിപ്പോൾ ഹോളത്തെ എല്ലാത്തിനെ പെറുക്കിയിട്ട് അതാത് സ്ഥലത്ത് വെക്കുന്നുണ്ട്. ഈ മഹദാന്നത് അധികം കച്ചറാക്കുന്നത് എന്തെല്ലോ കൊടുത്തിട്ടുണ്ട്. എന്തോ എനിക്ക് ഇടാൻ കഴിയുന്നില്ലെങ്കിലേ കിച്ചണിൽ നിന്ന് കയ്യിൽ ചട്ടിയും പാത്രവും തന്നെ എനിക്ക് കൊണ്ടുവന്നിട്ട് ഉള്ളിൽ കളിക്കും. ഓനിക്ക് ഭയങ്കര ടോയ്സും വേണ്ട, കാറും വേണ്ട, വണ്ടിയും വേണ്ട, എന്തും വേണ്ട. കിച്ചണിൽ ഞാൻ എന്ത് പണിയെടുക്കുന്ന ആ ഐറ്റംസാണ് ഓന് വേണ്ടിയത്. എല്ലാ പിള്ളമാരെ കാരണം ഞാൻ പണ്ട് വില കൂടിയ ടോയ്സും കാര്യങ്ങളെല്ലാം വേണ്ടിയിട്ട് എടുത്തിട്ട് എന്തൊരു ഗുണമില്ല. ഓർക്ക് വേണ്ടിയത് നമ്മൾ യൂസാക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കുള്ള ബേസനും സംഭവങ്ങൾ. ഇപ്പോൾ ഈ ബേസനിടെ വെച്ചോണ്ട് തന്നെ ഇപ്പോൾ ബെഡ്റൂമിൽ തലവേരുന്നൊന്നുമില്ല, ഇവിടെ തന്നെയാണ് കൂടി എല്ലാം സെറ്റാക്കുന്ന വരുന്നല്ലോ. അതുകൊണ്ട് എന്തെല്ലാം സാധനമുണ്ട് അതെല്ലാം ബേസൻ്റെ മുകളിലുണ്ട്. നമുക്കതെല്ലാം ഒന്ന് എടുത്തിട്ട് അവിടെ ആവശ്യമുള്ള മാത്രം 2 ഫ്ലവറും ലോഷനും മാത്രം അവിടെ വെച്ച് ഹാൻഡ് വാഷും അങ്ങനെ അതെല്ലാം ആയതിനു ശേഷം നമുക്ക് ഈ ക്ലാസ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ക്ലാസ് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കണം. ഇതൊന്ന് സെറ്റായിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ഒന്ന് തുടച്ച്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരു ഫംഗസ് പോലെ ഒരു പൂപ്പല പോലെ ഉണ്ടാകും എല്ലായിടത്തും. നമുക്ക് കൈയങ്ങും തുടച്ചങ്ങ് വൃത്തിയാക്കിയെങ്കിലേ ഒരു മഴ വന്നിട്ട് തണുപ്പായിട്ടാകുമ്പോൾ തടിക്കൊരു തണുപ്പ് ഇതും വന്നിട്ടില്ലാമെങ്കിലേ കട്ടിലുണ്ടായിരുന്നു മറ്റേ ബെഡിലെല്ലാം ഇറങ്ങി നല്ല തണുപ്പ് വെച്ചിന്. അങ്ങനെ എല്ലായിടത്തും നല്ല ഡീപ്പായിട്ട് തുടച്ചിട്ട് അതിന് ശേഷം ഇല്ലേ ഇനി നമുക്ക് ഇവിടെ തന്നെ പണിയെടുത്തെങ്കിൽ ശരിയാവില്ല. നമുക്ക് ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം ആക്കണ്ടേ. ഇപ്പം എൻ്റെ ടൈമായി ഏകദേശം ഒരു ടൈമായെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ തന്നെയില്ലേ ഞാൻ മിഷീനിലിടാലിട്ട് വന്ന്. നമുക്ക് മിഷീന് ഈ ഓട്ടോമാറ്റിക് മേയാൻ പറ്റില്ല, ഭയങ്കര യൂസാന്ന് പറഞ്ഞാൽ. മണ്ണ് പോകുന്നോ ഇല്ല എന്നല്ല പ്രശ്നം, മണ്ണ് പിന്നെ മിഷീനിൽ ഇത്രയല്ലുണ്ട് പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ പണി എപ്പോഴും നിലച്ചിട്ടാണ് ഡെയിലി. ഇല്ലെങ്കിൽ ഞാൻ 2 ദിവസം 3 ദിവസമെല്ലാം വെച്ചിട്ട് ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയി പിന്നെയാണ് മിഷീനിലിടൽ. അത് മിഷീനിലിട്ടങ്ങ് അടവാക്കി, ഡ്രൈ ആക്കാനിട്ടങ്ങ് അടവാക്കി, ഇപ്പുറത്തിലിട്ടങ്ങ് അടവാക്കി, അങ്ങനെ ആകുന്നത്. അതുകൊണ്ട് 2 കൽപ്പിച്ചിട്ട് ഓട്ടോമാറ്റിക് കഴിഞ്ഞത് മാഷാ അല്ലാ. ഇപ്പോൾ എന്ത് പണിയില്ല, നമ്മൾ കയ്യിലേക്ക് സർഫ് ചെയ്ത് ഇട്ടിട്ട് കൊടുത്താൽ മതിയില്ലേ. അങ്ങനെ അൽഹംദുലില്ലാ ആ ഒരു ടെൻഷനൊന്ന് സമാധാനമായിട്ട് കിട്ടി. അങ്ങനെ ബാക്കി എല്ലാം എടുത്തിട്ട് ഇപ്പോൾ കിച്ചണിലോട്ട് എത്തിന് ക്ലീനിങ്. അങ്ങനെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഓർഡറൊന്നും ഇല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രം ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തല്ല അവസ്ഥ, ഒരുമാതിരി പാത്രം കുന്നോളം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടത്. എവിടെ എന്തെന്നിട്ടില്ലേ ഞാൻ വീഡിയോയിൽ തന്നെ പറയാം. ഫസ്റ്റേ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്ലോ പോയിപ്പിക്കുന്നില്ല. ഒരു നേരം വീഡിയോയിൽ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഇടാന്നല്ലോ. ഞാൻ കുറേ കിച്ചണിൻ്റെ വീഡിയോ ഇട്ടിന്, ഈ യൂട്യൂബിലോട്ടിന്, ഇൻസ്റ്റാലോട്ടിന്, എല്ലാത്തിലോട്ടിനും നിങ്ങൾ നോക്കുക വന്ന് സെറ്റ്. ഇത് ഞാനിപ്പോൾ വർക്ക് ഏരിയ എടുക്കുമ്പോഴേക്കില്ലേ ഞങ്ങൾക്ക് വേണം എന്നിട്ട് തന്നെ ചെല്ലിയിട്ട് തന്നെ പണിക്കാരനോട് കാണിപ്പിച്ചിട്ട് ആക്കിയതാണ്. നിൽക്കുന്ന കല്ല് നല്ല യൂസ് ഉണ്ട്. നമ്മളെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ആ ഒരു കിച്ചണത്തെ കച്ചറ പണിയില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് ആ വേസ്റ്റ് തുണിയെല്ലാം അലക്കിയിട്ടിടാൻ നല്ല യൂസാണ്. അതല്ലെങ്കിൽ പുള്ളമാറ വൈറ്റ് ഡ്രസ്സല്ലേ നമ്മൾ വിഷയെല്ലാം നാകിടുമ്പോൾ അതൊരു ഡിമാൻഡില്ലേ കളറേ. അപ്പോൾ അതിനും നല്ല യൂസാണ് ഈ കല്ലുണ്ടെങ്കിൽ ഇടനെ പിയർച്ചോറ കഴിയുന്നു. അങ്ങനെ ഒരുമാതിരിയുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഫുള്ള് ഡീപ്പായിട്ട് ഒന്ന് ഒത്തരാക്കിയിട്ട് ക്ലീനാക്കിയിട്ട് അടിച്ചിട്ടാകുമ്പോൾ ഒരു സമാധാനമായി ഇറങ്ങാം.
നമ്മളെ ഡെയിലി തന്നെ ഓരോ റൊട്ടീൻ തന്നെയല്ല, ഓരോരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഇന്ന് പാത്രമെല്ലാം ഫുള്ള് കയറ്റി കിച്ചണെല്ലാം നീറ്റാക്കിയിട്ട് അടിച്ചിട്ട് തുടച്ചിട്ടായിട്ടുള്ളിലേക്ക് വരുന്നെങ്കിൽ പിറ്റേ ദിവസം ഉള്ളു ഫസ്റ്റ് അടിച്ചിട്ട് തുടക്കും, അതിലേക്ക് കിച്ചണിലോട്ട് കയറും. അല്ലെങ്കിൽ ഉള്ളെല്ലാം കിച്ചണോളം നീറ്റാക്കിയതിന് ശേഷം ഫുള്ളൊന്ന് അടിക്കുമോ, അതിൻ്റെ അതിൽ ഫുള്ളൊന്ന് തുടക്കും. ഓരോ ദിവസം നമ്മളെ മൂഡ് പോലെ ഉണ്ടാവും ക്ലീനിങ്ങിൻ്റെ കാര്യം. ഒരിക്കൽ നല്ല മൂട്ടുണ്ടെങ്കിൽ നല്ല ഡീപ്പ് ക്ലീനാക്കും. അത്ര വാങ്ങല ഒരു മെനയായിട്ട് ഉണ്ടെങ്കിൽ മതി, കുറച്ച് മതി, ഇന്ന് എത്ര മതി അല്ലേ ഒന്ന് ഒപ്പിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് ഓരോ ദിവസം ഓരോരോ മൂഡുകൾ. അങ്ങനെ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ, വെറുതെ ഒന്നിങ്ങനെ ഉള്ളെല്ലാം ഒന്ന് കറങ്ങി നോക്കണം. കിച്ചണും ഹാളും കൊട്ടും ബാത്റൂമും ബെഡ്റൂമും എന്നൊക്കെയാണെങ്കിൽ ആ നീറ്റായിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനവും ഒരു സുഖവും അതൊരു വേറെ അറിഞ്ഞാൽ ഫുള്ളൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആയിട്ടാകുമ്പോഴേക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമില്ല ഞാനിതാ എല്ലാം നോക്കുന്നുണ്ട്. എല്ലായിടത്തും ഓക്കെ ആയിനാ അങ്ങനെ അലക്കൽ കഴിഞ്ഞതിന് മുകളിൽ കൊണ്ടിട്ട് അറുത്തിട്ടാൽ മതി. എപ്പോഴും ഇങ്ങനെ ഒന്നുമല്ല, ഓരോ ദിവസവും ഓരോരു പോലെയാണ്. ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഉള്ള ആകെ ഇങ്ങനെ തകടം മറിഞ്ഞിട്ടുണ്ടാകും. ഓർഡറൊന്നും ഇല്ലെങ്കിൽ ഞാൻ തന്നെ സാധാ പോലെയെങ്കിൽ നല്ല നീറ്റായിട്ടുണ്ടാവും. ഒരു ടൈം ആകുമ്പോഴേക്ക് ഒരു 11-12 മണിയാകുമ്പോഴേക്കെല്ലാം അങ്ങനെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് വരുമ്പോൾ മഹദി ഇങ്ങനെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് എന്തോ കഥ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു പണിയെടുത്താൽ നമ്മളെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, ഓനടങ്ങ് എന്തെങ്കിലും ഒരു പണിയെടുക്കുന്നുണ്ടാവും. അങ്ങനെയാണ് മഹദിൻ്റെ കഥ. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ ബസ്സുള്ള ചാറ്, മീൻ ഫ്രൈയും വെറും ചോറും എല്ലാം ഉണ്ടാക്കിന്. ഈ ചാറും മീൻ ഫ്രൈയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാനിയവാ എന്തോ ഒരു ടേസ്റ്റ് അല്ലേ. അത് ചൂടോടാണ്, രാത്രിക്ക് അത്ര മജാവുന്നില്ല, ഉച്ചക്ക് നല്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വിട്ടത് എടുക്കറിയോ ടൗണിലേക്ക്, കാസർഗോഡ് ടൗണിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ട് ടൗണിലേക്ക്. കുറേ പറഞ്ഞ് ഞാൻ നിങ്ങൾ അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ നക്ഷത്രയില്ലേ, ഷംന നക്ഷത്ര ഓരോ ഷോപ്പ് ഇനാഗ്രേഷന് വരുന്ന നിലത്തില്ലേ വീഡിയോ ടോണായി. ഞാൻ പണ്ടേ ഓരോ ഭയങ്കര ഫാനാണ്, എപ്പോഴും നോക്കും ഞാൻ വീഡിയോ. എന്ത് തിരക്കുണ്ടെങ്കിലും ഓരോ വീഡിയോ ഞാൻ മിസ്സാക്കേയില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചോണ്ട് എപ്പോഴെങ്കിലും ഒന്ന് നേരാക്കി കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാകുന്നില്ല ഒരാളോട്. അങ്ങനത്തെ ഒരാളാണ് ഈ ഷംന നക്ഷത്ര. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോലെ അറിയുന്നവാ. അങ്ങനെതാ നമ്മ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര സംഭവം അറിഞ്ഞാൽ ഈടെല്ലാം മംഗലം പോലെ ഉണ്ട് അതിൻ്റെ ആള്. മാഷാള്ള ഈടെ ഇല്ലേ ഓർബിയായിരുന്നു നില്ലുമ്പോൾ ഞാൻ പ്ലാനാക്കി എന്തായാലും പോകണമെന്നിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് എന്തല്ലോ നമ്മളെ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം പോയിട്ട് ഞങ്ങൾക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നാണക്കടായിട്ട് കഴിയില്ല. നമ്മളെ കവറും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തോ ഒരു ചമ്മല നാണക്കടാ എസികായത് എന്ത് പറഞ്ഞിട്ടാ മാഷാല്ല. പക്ഷെ പോയിട്ട് അവിടെ കയറിയിട്ടാകുമ്പോൾ ആ ഒരു ഫീലേ മറന്നില്ല അറിഞ്ഞാൽ ഞാൻ. വേറെ തന്നെ ഒരു വൈബ് എന്നില്ലെങ്കിലേ ഞാൻ ചെല്ലിയെങ്കിൽ നിങ്ങൾ ഓവറാക്കുന്നതെന്ന്. പക്ഷെ നിങ്ങൾ തന്നെ പോയിട്ട് അറിയണം. ആടെ കുറേ ആൾക്കാരുണ്ടായി നമ്മളെ കാസർഗോട്ടാറ്, പക്ഷെ എന്നാലും കുറേ ആൾക്കാരുണ്ട് പോവാത്തവർ. എന്നാലും മസ്റ്റായിട്ട് ശമ്പളം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ടി തന്നെ അറിഞ്ഞാൽ. ഇപ്പോൾ 2 ദിവസത്തെ വന്നിട്ട് ഇന്ന് പോയി. ഇനാഗ്രേഷൻ ഉണ്ട് 23-ാം തീയതി. അപ്പോഴേക്ക് വരും ഇൻഷാല്ലാ. അപ്പം എന്തായാലും പോകാത്തവരെല്ലാം ഒന്ന് കയറിയിട്ട് നോക്കാവേ. നമ്മളെ പോലത്തെ സാധാരണക്കാർക്കല്ലല്ലോ ഇപ്പോഴത്തെ പൊന്നിൻ്റെ റേറ്റിന് വേറെ ഇങ്ങനെ കുറേ പൈസ കൊടുക്കുന്നുണ്ട്. ഇതങ്ങ് ചെറിയ ഗോൾഡ് ചെറിയ പൈസ കിട്ടുന്നു. പിന്നെ ആൻറ്റിക്കിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെന്താ നമുക്ക് ഡയമണ്ട് നെക്ലസ് അങ്ങനെ വേണമെങ്കിൽ ഡയമണ്ടിലുണ്ട്. ഏത് വേണമെങ്കിലും ഉണ്ട്. സാധാരണ കുറച്ച് പൈസക്കുള്ള റിങ് അങ്ങനെ എല്ലാം ഉണ്ട്. കുറച്ചല്ല പൊന്നിൻ്റെ ഏകദേശമുള്ള റേറ്റിൽ. അങ്ങനെ ഞാൻ പോയാനില്ല, എന്തായാലും ഒന്ന് പോയതല്ലേ ഫസ്റ്റ് നിലത്തില്ലേ ഒരു സ്റ്റഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്ര വലിയ ചട്ടയണക്ക് മൂട്ടേക്ക് ഈ ചെറിയ സ്റ്റഡ് കാണുന്ന എന്തെങ്കിലും മോശമില്ലല്ലോ. ഒന്ന് മാഷാ അൽഹംദുലില്ലാ ഒന്ന് എടുത്തോണ്ട് വന്നു. നല്ലൊരു ഒരുക്കത്തിൽ പീടയിൽ കുറച്ചോളുണ്ട് ഈ ഷംനാനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നത്. കുറേ ദിശാനൊക്കെ മാപ്പിളയും ഷംനാനെ കാണാനായിട്ട് വന്ന ആൾക്കാരാണ്. പക്ഷേ ഇല്ലേ ഷംന ഒരു സൈഡ് നിന്നിട്ട് നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അൽമാക്കിയിട്ട് അപ്പുറം ഇപ്പുറം ആളെല്ലാം കൂട്ടി അങ്ങനെ ഒന്നുമില്ല, ഒരു സൈഡ് തന്നെ നിന്നിന്. അപ്പോൾ ആടന്നെ വരുന്നവർ ആടന്നെ നിൽക്കുന്നു, ആടന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നവർ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നവർ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നവർ എടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ നല്ലൊരു പാങ്ങാന്നൊരു സൈഡായിട്ടൊരു എന്ത് പറയാൻ വാക്കുകളില്ല. അത്രക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. നമ്മളെന്നാരോ പെരക്ക് പോയി എനിക്കുണ്ട് ഒരു ജ്വല്ലറിക്ക് പോയൊരു ഫീലേ ആയിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെ മാഷാ അല്ലാഹ് ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടല്ല. നല്ലൊരു മനുഷ്യന്മാരോടില്ലേ ഒരു എന്തോ ഒരു സ്വഭാവം പറയാതിരിക്കാനേ കഴിയില്ല.
അങ്ങനെ മാഷാ അല്ലാ ഞങ്ങൾക്ക് പണ്ടേ ഉണ്ടായി ഞങ്ങൾക്കൊരാസ ഏടെങ്കിലും ഇങ്ങനെ ഷോപ്പ് കാസർഗോഡ് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ ഏടെങ്കിലും വെച്ച് കാണാഞ്ഞ് ഏടെങ്കിലും കണ്ടിട്ട് മുണ്ടണാഞ്ഞ് ഏടെങ്കിലും കാണാഞ്ഞ് എന്നിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായി മാഷാ അല്ലാ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ പോയിട്ട് ഏകദേശം ഒരു കുറച്ച് പോയിട്ടില്ല, അത് വരെ ഞാൻ ചേർന്നില്ല. അസ്രൂടെ വണ്ടിയിലുണ്ട്, പുറത്ത് കറലുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഉള്ളിൽ പോയിട്ടില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മളെ തന്നെ കിച്ചൻ്റെ കുറേ ഫോളോവേഴ്സ് ഉണ്ടായി. കുറേ ആൾ മുണ്ടി, കുറേ ആൾ വീഡിയോ എടുത്ത്, കുറേ ആൾ ഫോട്ടോ എടുത്ത്, കുറേ ഉണ്ടായിരുന്നു. പിന്നെ കാസർഗോഡുകാരല്ലേ, നമ്മളധികം എല്ലാവരും അറിയുന്ന തന്നെ അല്ലേ, എല്ലാവരും ഉണ്ടായി മുണ്ടാനും. പക്ഷേ നല്ല ഉത്സാഹിന് ഒരു എന്തോ ഒരു ഫീല്, ഒരു മീറ്റപ്പിന് പോയല്ലോ പോലത്തെ ഒരു ഫീലായിന്ന് പറഞ്ഞാൽ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഏട്ടത്തിനെ തിറല്ല വിളിച്ച് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു സമ്മലാന്ന്. നിങ്ങൾ ആരെങ്കിലും വന്നിരുന്നവർക്ക് ഒരാൾക്ക് ഓരോരോ തിരക്കുണ്ട് നിന്നിട്ടില്ലേ, അങ്ങനെ ആരും ഉണ്ടായില്ല. പിന്നെ ഞാൻ തവക്കലത്തല്ല ലാസ്റ്റ് ഞാൻ പോയി. അങ്ങനെ അത് ലൈറ്റ് വെയിറ്റിലില്ലേ കുറേ കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ പോകാത്തവരല്ലേ ഒരിക്കലും ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വാ, മേങ്ങുന്നില്ല അങ്ങനെ നിങ്ങൾ ഷോപ്പ് ഒന്ന് വിസിറ്റ് ആക്കിയിട്ട് വാ. അങ്ങനെ അതാ കുറേ ആളുണ്ട്, ഇതെല്ലാം നമ്മളെ ഫോളോവേഴ്സ് എല്ലാം ഉണ്ടായിന്. അങ്ങനെ കുറേ ബിസി എല്ലാം ആക്കിയതിന് ശേഷം പിന്നെ വന്നതാണ് നമ്മൾ. പിന്നെ അവിടെ ഒരു വീഡിയോസിൻ്റെ ചാലഞ്ച് ഉണ്ട്, വീഡിയോ എടുത്തിട്ട് നല്ല വീഡിയോ ആയവർക്ക് ഗിഫ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ടായിന്. അങ്ങനെ ഒരു 4-5-6 ഭാഗത്ത് വീഡിയോസ് മാറുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഒരു സൈഡ് അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു, ഏത് ഓരോരോ കഴിവ് വെച്ചിട്ട് എങ്ങനെ ഓരോരോ കഴിവ് പുറത്തെടുക്കുന്നതെന്ന് വെച്ചിട്ടില്ലേ, അങ്ങനെയല്ല വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ എല്ലാവരുടെ തിരക്കും കാര്യങ്ങളും ഗൗജിയും ബിസിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് വന്നു. പിന്നെ നമുക്ക് അവിടെ പിന്നെയും ലേറ്റായി പിള്ളേർ പൊരലുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ ഇനി നമുക്ക് പിറ്റേ ദിവസമല്ല, പിന്നെ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടായിട്ടുള്ള വീഡിയോ തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. അങ്ങനെ നമുക്ക് ഉസ്താദിന് ചായ ഉണ്ടായിന്. അങ്ങനെ ഞാൻ എന്തൊക്കെ വേഗം വന്നിട്ടില്ലേ, ഇതേതറിയോ ഫസ്റ്റ് നമ്മൾ മറ്റേ മസാലക്കറി വെച്ചിട്ടില്ലേ, അത് ബ്രിഞ്ചലിട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീസ് ഇടയിലായി പോയി. അങ്ങനെ ഞാൻ ഉസ്താദ് ചായക്ക് വൈകുന്നേരത്തേക്ക് ഉള്ളി വജയും നല്ല ചൂട് ഉള്ളി വജയും ചായയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ ഉസ്താദിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ കുറേ ആൾക്ക് ഡൗട്ടുണ്ട്, ഉസ്താദ് എങ്ങനെ ചെല്ലുന്നതാ ഓർ ചെല്ലി അത് കൊടുക്കുന്നതാണ്. ഓർ ചെല്ലി കൊടുക്കുന്നില്ല, ഓർ എന്നോട് ഉസ്താദ് ചോറ് കൊടുത്തിട്ട് ചെല്ലും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. ഞാൻ അധികം ബീഫ് ബിരിയാണിയാ ചിക്കൻ ബിരിയാണിയാ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ തന്നെയാണ് ഉച്ചക്ക് കൊടുക്കൽ. രാത്രി എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും പുട്ട് ഉസ്താദ് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്ത് തോന്നുന്നു അത് കൊടുക്കും നല്ല ചൂടോടെ തന്നെ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. ഞാൻ എപ്പോഴൊന്നും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻ്റ് എല്ലാം മസ്റ്റാണ്. വീഡിയോ നിങ്ങൾ നോക്കിയിട്ടില്ല നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാം അയച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കമൻറ്റ് എന്തെല്ലാം ഇട്ട് നിറച്ചിരുന്ന് ഞാൻ അതിനെല്ലാം റിപ്ലൈ ആക്കാം ഇൻഷാ അല്ലാ. എല്ലാ നിങ്ങൾ ഡൗട്ടിനുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, നോക്കട്ടെ ഇൻഷാ അല്ലാ. എന്തെങ്കിലും ഒരു ടൈം കിട്ടുന്നെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ രാത്രിക്കില്ലേ ഉസ്താദിന് എന്താ പറയുക ചെമ്മീൻ്റെ ചാറും പത്തലുമാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ നല്ല ചൂട് ചെമ്മീൻ്റെ ചാറ് ഇങ്ങനെ തിളച്ചോണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉസ്താദ് റെഡിയാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.